ലോകം കണ്ട സാത്വികനായ വലിയ പ്രഗത്ഭനാണ്. അതിസൂക്ഷ്മജ്ഞാനിയായിരുന്ന സൂക്ഷ്മതയാൽ ജീവിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ മലിക് എന്നവര് മരണത്തോ അഭിമുഖീകരിക്കുമ്പോ, ലോകത്തോട് യാത്ര പറയാൻ നിൽക്കുമ്പോ ഉപ്പ വന്നിട്ട് ചോദിച്ചു, മോനെ കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞു, തജിദുനി ഫിൽ മൗതി, ഉപ്പ ഞാൻ മരിക്കാൻ പോവുകയാണ്. ഈ കുഞ്ഞ് മരിക്കുമ്പോൾ 15 വയസ്സേ പ്രായമുള്ളൂ, പക്വതയുള്ളൊരു മോനായിരുന്നു. ഉപ്പ ഞാൻ മരിക്കുകയാണ്. വാപ്പയുടെ മറുപടി നോക്കണം. യാ ബുനയ്യ, മോനെ, ലഅൻ തകൂന ഫീ മീസാനി അഹബ്ബു ഇലയ്യ മിൻ അൻ നകൂന ഫീ മീസാനിക്, മോനെ നീ എന്റെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായി നാളെ വരലാണ് എനിക്കിഷ്ടം. ഞാൻ നിന്റെ തുലാസിൽ കനം തൂങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടം നീ, കാരണം എന്റെ തുലാസ് കനം തൂങ്ങലാണ്. മോൻ പറഞ്ഞു, യാ അബതി, ഉപ്പാ, വല്ലാഹി ലഅൻ യകൂന മാ തുഹിബ്ബുഹു അഹബ്ബു ഇലയ്യ മിൻ അൻ യകൂന മാ ഉഹിബ്ബു, ഉപ്പാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് സംഭവിക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം. ഇത് പറഞ്ഞ് ഇന്നാ ലില്ലാഹ്, ലോകത്തോട് വിട പറഞ്ഞു പോയൊരു മോനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അമീറുൽ മുഅ്മിനീനായ ലോക മുസ്ലിമീങ്ങളുടെ ഖലീഫയായിരുന്ന അമീറുൽ മുഅ്മിനീന്റെ മോൻ അബ്ദുൽ മലിക് ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. വാപ്പയും മകനും തമ്മിലുള്ള സംസാരം നോക്കണം. ആ മരണം കഴിഞ്ഞ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മോനെ മറവ് ചെയ്ത് ഖബറിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട്. ഖബറിലേക്ക് നോക്കി ഒരു ഉപ്പ ഒരു മോനോട് യാത്ര പറഞ്ഞ രംഗം. യാ ബുനയ്യ, എന്റെ മോനെ, ലഖദ് കുൻത ബാറൻ ബിഅബീക, വാപ്പയായ എന്നോട് ഒരുപാട് നന്മ ചെയ്ത മോനാണ് നീ മോനെ. വല്ലാഹി മാ സിൽതു മസ്റൂറൻ ബിക മുൻദു വഹബക വഹബല്ലാഹു ലീ, മോനെ നിന്നെ അല്ലാഹു എനിക്ക് തന്ന അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സന്തുഷ്ടനാണ്. ഇലാ അനിസ്തൗദഅക അല്ലാഹു ഫിൽ മൻസിലിൽ ലദീ സയ്യറക അല്ലാഹു ഇലൈ, ഈ ഖബറിലേക്ക് നീ ആകുന്ന നിമിഷം വരേക്കും മോനെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് മോനെ. ഫറഹിമകല്ലാഹ്, അല്ലാഹു നിന്നെ റഹ്മത്ത് ചെയ്യട്ടെ. വാപ്പയായ ഞാൻ ചെയ്യുന്നതിനേക്കാളും കാരുണ്യം എന്റെ റബ്ബിന് നിന്നോട് ചെയ്യാൻ കഴിയും. വഗഫറ ദംബക, മോനെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. വജസാക ബിഅഹ്സനി അമലിക, നീ ചെയ്ത നന്മകൾക്ക് അല്ലാഹു നിനക്ക് എല്ലാ പ്രതിഫലവും നൽകട്ടെ. വറഹിമ കുല്ല ശാഫിഇൻ യശ്ഫഉ ലക ബിഖൈർ ഷാഹിദിൻ ഔ ഗായിബിൻ, മരിച്ചുപോയവനെ നിനക്ക് വേണ്ടി കൂടി നിൽക്കുന്ന ആളുകളും ഇവിടെ വരാത്ത ആളുകളും ആരെല്ലാം നിനക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ ചെയ്യുന്നുണ്ടോ, മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടോ, അവർക്കെല്ലാം അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റളീനാ ബിഖളാഇല്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. വസല്ലംനാക ലിഅംരില്ലാഹ്, അല്ലാഹുവിലേക്ക് നിന്നെ ഏൽപ്പിച്ചു മോനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മുൻഗാമികളിൽ എത്രയോ ആളുകൾക്ക് സംഭവിച്ചതിന്റെ ആവർത്തനങ്ങൾ മാത്രമാണിത്. ഇനി നടക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. മഹാനായ റബീഉ ഇബ്നു സബ്റാ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ കുഞ്ഞിനെ മറവ് ചെയ്ത് തന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ, അല്ലാഹു അജ്റക യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. കാരണം മോൻ അബ്ദുൽ മലിക് എന്നവരെ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹൽ മരിക്കുന്നത്. അതിന്റെ ഉടനെ തന്നെയാണ് തന്റെ സന്തത സഹചാരിയും എപ്പോഴും കൂടെ നടന്നിരുന്ന മുസാഹിം റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നത്. ജ്യേഷ്ഠനും കൂട്ടുകാരനും മരിച്ചതിൽ പിന്നെയാണ് മോൻ മരിക്കുന്നത്. അപ്പോഴാണ് പ്രഗത്ഭനായ ആലിം റബീഅ റളിയല്ലാഹു അൻഹു വന്നിട്ട്, മഹാനായ അമീറുൽ മുഅ്മിനീനെ നിങ്ങൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, നിങ്ങളെപ്പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സഹോദരൻ, ആ സഹോദരനെ കൊണ്ടുപോയി അവരെക്കാളും നല്ലൊരു സഹോദരനെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ കൂടെ ഖിദ്മത്തിന് വന്നിരുന്ന ഒരു നല്ല മനുഷ്യൻ മുസാഹിം, അവരെ പോലൊരു നല്ല മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതെല്ലാം അല്ലാഹു കൊണ്ടുപോയില്ലേ? അതുകൊണ്ട് അമീറുൽ മുഅ്മിനീനെ ക്ഷമിച്ചോളൂ, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ്. പറഞ്ഞപ്പോ ഇങ്ങനെ തലതാഴ്ത്തി കൂടുള്ള ആളുകളൊക്കെ പറഞ്ഞു, സങ്കടപ്പെട്ടിരിക്കുന്ന മഹാന്റെ ആ സങ്കടം നിങ്ങൾ വീണ്ടും ഇളക്കുകയാണോ?
ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്നവരെ തല ഉയർത്തിട്ട് പറഞ്ഞു, റബീഉ ഇബ്നു സബ്റ, ഒന്നുകൂടെ പറയൂ, നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ പറയൂ. മഹാനവറുകൾ പറയുന്നു, ലാ വല്ലദീ ഖളാ അലൈഹിമുൽ മൗത മാ ഉഹിബ്ബു അന്ന ശൈഅൻ കാന മിൻ ദാലിക ലം യകുൻ. എന്റെ മോനും എന്റെ ജ്യേഷ്ഠനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും 3 പേരെയും അല്ലാഹു കൊണ്ടുപോയി. ഈ കൊണ്ടുപോയതിലൊന്നും എനിക്കൊരു പരാതിയും എന്റെ റബ്ബിനോട് പറയാനില്ല. എന്റെ റബ്ബ് ചെയ്തതിൽ എനിക്ക് പരിപൂർണമായ തൃപ്തിയാണെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. കഴിഞ്ഞില്ല ഹബീബിന്റെ സ്വഹാബികളിൽ പ്രഗൽഭനാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഷാമിൽ സിറിയയിൽ ഒന്നാകെ പ്ലാഗ് രോഗം പിടിപെട്ട ഒരു കാലമുണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്ന് ഷാമിലുണ്ട്. ആ സമയത്ത് പ്ലാഗ് രോഗം വന്നപ്പോ മഹാനായ അംർ റളിയല്ലാഹു അൻഹു അവിടെ ഒരു ഖുതുബ നടത്തി. ആ പ്രഭാഷണത്തിൽ അംർ എന്നവർ പറഞ്ഞു, ഇന്ന ഹാദാ ത്വാഊന റിജ്സുൻ, ഈ പ്ലാഗ് രോഗം മാലിന്യമാണ്, അതുകൊണ്ട് ഫഫിറൂ മിൻഹു ഫിൽ ഔദിയതി വശിആബ്, മലമുകളിലേക്കും താഴ്വാരങ്ങളിലേക്കും ജനങ്ങൾ ഓടി രക്ഷപ്പെടണം. പ്ലാഗ് രോഗം നമുക്ക് വിപത്തായി വന്നിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് ഓടി വന്നു. ചെരുപ്പ് പോലും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓടി വന്നത്. എന്നിട്ട് പറഞ്ഞു, ലഖദ് സ്വഹിബ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബിയാണ് ഞാൻ. അതുകൊണ്ട് കേൾക്കണേ ജനങ്ങളെ, അത്വാഊന റഹ്മത്തുൽ ലക്കും, പ്ലാഗ് രോഗം നിങ്ങൾക്ക് റഹ്മത്താണ്. വദഅവതു നബിയിക്കും, നിങ്ങളുടെ നബിയുടെ പ്രാർത്ഥനയാണ്. യസ്തശദുല്ലാഹു ബിഹി അൻഫുസകും, നിങ്ങളുടെ ശരീരങ്ങൾക്ക് ഷഹാദത്തിന്റെ കൂലി നൽകാനാണ്. വയുസക്കി അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കാനും, നിങ്ങൾക്ക് അങ്ങനെ മരണം സംഭവിക്കുകയാണെങ്കിൽ രക്തസാക്ഷിയുടെ കൂലി തരാനും അല്ലാഹു നിശ്ചയിച്ച ഒരു റഹ്മത്തായിട്ട് നിങ്ങൾ ഈ രോഗത്തെ കാണണമെന്ന് മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ ജീവിച്ചിരിപ്പുള്ള മുആദ് റളിയല്ലാഹു അൻഹു, നബിയോടുകൂടെ എത്രയോ യാത്രകൾ പോയ മുആദ് എന്നവർ, എത്രയോ യുദ്ധങ്ങളിൽ ഹബീബിന്റെ കൂടെ പോയ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ ശുറഹ്ബീൽ ഇബ്നു ഹസൻ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇതൊരു പുണ്യമാണ്, ഇത് റഹ്മത്താണ് എന്ന് പറഞ്ഞു എന്ന വിവരം കേട്ടപ്പോ അല്ലാഹുവിന് വേണ്ടി ഈ പ്ലാഗ് രോഗം പിടിപെട്ടുകൊണ്ടെങ്കിലും ഒരു രക്തസാക്ഷിയാവാൻ സാധിച്ചെങ്കിൽ എന്ന് കൊതിച്ചുപോയി മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ടൊരു ദുആ ചെയ്തു. എന്താണ് ആ ദുആ എന്നറിയുമോ? اللهم اجعل نصيب أهل بيت معاذ الأوفر منه. അല്ലാഹുവേ, മുആദ് ഇബ്നു ജബലിന്റെ കുടുംബത്തിന് ഈ പ്ലാഗ് രോഗം കാരണം നീ നൽകുന്ന ഓഹരി വലിയൊരു ഓഹരി തന്നെ തരണം അല്ലാഹ്, നന്നായിട്ട് തരണം പടച്ചവനെ. ഞങ്ങൾക്കൊക്കെ ഇത് വേണം. ഇത് കാരണം ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ നിന്റെ സ്വർഗ്ഗലോകത്തേക്ക് പാറി വരാൻ കഴിയുമെങ്കിൽ ഒരു രോഗത്തിന്റെ പ്രയാസമോ ഒരു രോഗത്തിന്റെ വേദനയോ സഹിക്കാൻ ഒരുക്കമാണ്. മുഅ്മിനീങ്ങളെ ആലോചിക്കണം. ക്യാൻസർ പോലെയുള്ള രോഗം പിടിപെട്ട ആളുകളെ വിഷമിക്കല്ലേ. വേദനയും പ്രയാസവും കൊണ്ട് ഒരു വർഷം നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഒരുപക്ഷെ 100 കൊല്ലം നമ്മൾ സുജൂദിൽ തല ഉയർത്താതെ അല്ലാഹുവിന്റെ മുമ്പിൽ കടന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെക്കാളും അല്ലാഹു 1 മാസത്തെയോ 2 മാസത്തെയോ 1 കൊല്ലത്തെയോ വേദന കൊണ്ട് നാളെ പരലോകത്തേക്ക് അല്ലാഹു ഉയർച്ച നൽകിയേക്കും. അതുകൊണ്ട് രോഗം പരീക്ഷണമാണെന്ന് പറയരുത്, രോഗം ശിക്ഷയാണെന്ന് പറയരുത്. പരീക്ഷണം, പക്ഷേ അത് ശിക്ഷയല്ല. അല്ലാഹു തആല ചില ആളുകൾക്ക് ഉന്നതമായ സ്ഥാനം അല്ലാഹു രേഖപ്പെടുത്തുകയും ആ സ്ഥാനത്തേക്ക് എത്താൻ മാത്രം കർമ്മങ്ങൾ അവളുടെ കയ്യിൽ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ അല്ലാഹു അവരെ ഒരൽപ്പകാലത്തേക്ക് രോഗികളാക്കുകയും ആ വേദന കാരണം സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവേ, ഷാമിൽ ഈ സിറിയൻ പ്രദേശത്തൊന്നാകെ പ്ലാഗ് രോഗം ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എന്റെ കുടുംബത്തിന് വേണമെന്ന് ദുആ ചെയ്തു. എന്തിന്? ഷഹാദത്തിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി. അപ്പോഴാണ് തന്റെ മക്കളിൽ 2 പെൺകുട്ടികൾക്ക് പ്ലാഗ് രോഗം പിടിപെടുന്നത്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ 2 പെൺമക്കൾ അവിടെ മരിച്ചു വീഴുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ആ 2 പെൺകുട്ടികളെയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. റഹിമല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ഇന്നാ ലില്ലാഹി എന്ന് ചൊല്ലുകയും ചെയ്തു. 2 പെൺമക്കൾ മരിച്ചു. പിന്നെ തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുർ റഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുമാ, തന്റെ ആൺകുട്ടിക്കും അസുഖം വന്നു.
പ്ലാഗ് രോഗം പിടിപെട്ടു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ ഒരുപാട് സ്നേഹമുള്ള മഹാനവറുകൾ താലോലിച്ചു വളർത്തിയ മോനാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് എന്നവർ മോനോട് പറഞ്ഞു, മോനെ കൈഫ തജിദുക, എങ്ങനെയുണ്ട് മോനെ? ഉപ്പയോട് പറഞ്ഞു, യാ അബതാ അൽ ഹഖ് മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ. ഉപ്പ, അല്ലാഹു നൽകുന്നതാണ് സത്യം, അല്ലാഹുവിന്റെ വിധിയാണ് പരമമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഉപ്പ, നിങ്ങൾ സംശയിച്ചു പോവല്ലേ, ഇത് അല്ലാഹുവിന്റെ മനോഹരമായ ഒരു തീരുമാനമാണ് ഉപ്പ, ഞാൻ അതിൽ സംതൃപ്തനാണെന്ന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, കൊച്ചുമോനാണ് മുആദ് തങ്ങളുടെ മോൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തള്ളവിരലിൽ കയ്യിന് പ്ലാഗ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ പ്ലാഗിന്റെ ലക്ഷണം വന്നു. മഹാനവറുകൾ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലഹിയ അഹബ്ബു ഇലയ്യ മിൻ ഹംറിൻ നഅം, ചെമന്ന ഒട്ടകങ്ങൾ അല്ലാഹു എനിക്ക് നൽകുന്നതിനേക്കാളും എന്റെ കയ്യിൽ വന്ന രോഗമാണ് എനിക്കിഷ്ടം. സുമ്മ യുഗ്ശാ അലൈ, എന്നിട്ട് ബോധം കെട്ട് വീഴും വേദന കൊണ്ട്. ബോധം തെളിയുമ്പോൾ പറയും, യാ റബ്ബി യാ റബ്ബി ഗുമ്മ ഗമ്മക വഖനഖ ഖനഖതക ഫവഇസ്സതിക ഇന്നക ലതഅലമു അന്നി ലഉഹിബ്ബുക. വേദന കാരണം ബോധം കെട്ടി വീഴുമ്പോ, ബോധത്തിന് എഴുന്നേൽക്കുമ്പോ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, റബ്ബേ എന്നെ ബോധം കെടുത്തിക്കോ, എന്റെ ചങ്കിനെരിച്ചൊരു പക്ഷേ നിനക്ക് എന്നെ കൊന്നുകളയാം റബ്ബേ, എന്നാലും നിനക്കറിയുമല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലാ, എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലാ, അത് നിനക്കറിയുമല്ലോ പടച്ചവനെ. ഇതാണ് ഖളാ. എന്റെ മുഅ്മിനെ, ജീവിതത്തിൽ ചെറിയൊരു പനി വരുമ്പോഴേക്കും അല്ലാഹുവിനെ ചീത്ത പറയുന്നവർ, ഒരു ചെറിയ വിഷമം വരും, ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴേക്കും എന്തൊക്കെയോ പിറുപിറുക്കുന്നവർ, എന്തെങ്കിലും ഒരു ചെറിയ മുസീബത്ത് വരുമ്പോഴേക്കും അല്ലാഹു തന്ന ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങളെ മറന്നു പോകുന്നത് എത്ര വലിയ നന്ദികേടാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഫഇന്ന അദാബി ലശദീദ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത് ഈ അസുഖം കാരണമാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത യുദ്ധങ്ങളെക്കാളൊക്കെ എനിക്കിഷ്ടം നീ തന്ന പരീക്ഷണമാണ്. മൻ കാന അലൈഹി അസീസുൻ വബിഹി ളനീൻ ഫസബറ അലാ മുസീബതിഹി വഹ്തസബ് അബ്ദലല്ലാഹുൽ മയ്യിത ദാരൻ ഖൈറൻ മിൻ ദാരി. തന്റെ പ്രിയപ്പെട്ട ആരെങ്കിലും ലോകത്തോട് വിട പറയുമ്പോ, മരിച്ചു പോകുമ്പോ, അതിൽ ആരെങ്കിലും ക്ഷമിച്ചാൽ ആ മരിച്ചു പോകുന്ന ആളുടെ ഖബർ ഭൂമിയിലെ വീടിനേക്കാളും സുന്ദരമായ വീടാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കും. വഖറാറൻ ഖൈറൻ മിൻ ഖറാറിഹി വഅബ്ദലൽ മുസാബ الصلاة والرحمة والمغفرة والرضوان. അല്ലാഹുവിന്റെ കാരുണ്യവും സംരക്ഷണവും റബ്ബിന്റെ അല്ലാഹുവിന്റെ വാത്സല്യവും മരിച്ചുപോയ മനുഷ്യന് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിൽ ക്ഷമ പാലിക്കണം. നമ്മൾ അല്ലാഹുവിനെ പഴിചാരി പറയല്ലേ, നാവുകൊണ്ട് ക്ഷമയില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോവല്ലേ. ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു 30 വർഷം മഹാനവറുകളുടെ കൂടെ നടന്ന അബൂ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫുദൈൽ എന്നവരുടെ കൂടെ ഞാൻ 30 വർഷം ജീവിച്ചിട്ടുണ്ട്. ഈ മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു മുഹഖഖീങ്ങളുടെ, തസവ്വുഫിന്റെ ആലിമീങ്ങളുടെ, ഈ ഉമ്മത്തിന് ജ്ഞാനത്തിന്റെ ആത്മീയതയുടെ വഴിവെളിച്ചം കാണിച്ചു തന്ന മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു 30 കൊല്ലം ചിരിക്കുന്നതായി കണ്ടിട്ടില്ല. അവസാനം തന്റെ പ്രിയപ്പെട്ട മോൻ അലി എന്നവർ മരിച്ച സമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹു ചിരിക്കുന്നത്. അപ്പൊ ആളുകൾ ചോദിച്ചു, ഫുദൈലെ 30 കൊല്ലമായി പുഞ്ചിരിക്കാത്ത നിങ്ങൾ ഇന്നെന്തേ പുഞ്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ ദീൻ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു മഹാൻ, നമ്മുടെ മുൻഗാമികളിൽ സലഫുസ് സ്വാലിഹീങ്ങളിൽ പ്രഗൽഭനായ ഫുദൈൽ റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിൽ പിൻഗാമികൾക്ക് വരുന്ന പരീക്ഷണങ്ങൾക്കെല്ലാം മാതൃകയായി വന്ന ഫുദൈൽ റളിയല്ലാഹു അൻഹു, ഇന്നല്ലാഹ അഹബ്ബ അംറൻ, അല്ലാഹുവിനൊരു കാര്യം ഇഷ്ടമായി, ഫഅഹബബ്തു അൻ ഉഹിബ്ബ മാ ഹബ്ബല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമായത് ഇഷ്ടപ്പെടാൻ ഞാനും തീരുമാനിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന് എന്റെ മോൻ അലിയെ കൊണ്ടുപോവാൻ ഇഷ്ടമായി.
റബ്ബിന്റെ ഇഷ്ടം എനിക്കിഷ്ടമാണ്. ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്ത് തീരുമാനിച്ചോ ആ തീരുമാനങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചു, ഞാനത് പൊരുത്തപ്പെട്ടു റബ്ബേ എന്ന് പറഞ്ഞ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഒരു മോൻ വല്ലാത്ത അസുഖം വന്ന് വേദനയിൽ പുളയുമ്പോ ആളുകളൊക്കെ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ഇത് സഹിക്കാൻ കഴിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അവരുടെ മകനാണ് മരിക്കാൻ പോകുന്നത്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പ്രായമുണ്ടെന്ന് ആളുകളൊക്കെ പറഞ്ഞു, ഈ മോനെങ്ങാനും മരിച്ചാൽ എങ്ങനെയാവും ഈ പ്രായമുള്ള വാപ്പത് താങ്ങുക, എങ്ങനെ സഹിക്കുമെന്ന് മഹാനവറുകളുടെ മുമ്പിൽ വെച്ച് ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം നടക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ ആ മോൻ ലോകത്തോട് വിട പറയുകയാണ്. ആ ജനാസ അനുഗമിച്ചു കൊണ്ടുപോകുമ്പോ ജനാസയിൽ പോകുന്ന മുഴുവൻ ആളുകളും കരയുന്നുണ്ട്. ഇല്ലാ ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന, ഹബീബിന്റെ സുന്നത്തുകൾ നേർരേഖയിൽ ജീവിതത്തിലേക്ക് പകർത്തിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന ഈ സ്വഹാബി ഒഴികെ ബാക്കി എല്ലാവരും കരയുന്നുണ്ട്. ആളുകൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ, നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് തകർന്നു പോകുമോ എന്നായിരുന്നു ഞങ്ങളുടെ പേടി. ഈ മോൻ മരിച്ചിട്ട് നിങ്ങൾക്കൊരു പേടിയുമില്ലല്ലോ, ഒരു സങ്കടവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഹബീബിന്റെ സുഹാബി, വാപ്പ സുഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ കൊടുത്ത മറുപടി, ഇന്നമാ തിൽക കാനത റഹ്മതൻ ബി, ഇന്നമാ തിൽക കാനത റഹ്മതൻ ബി ഫലമ്മാ വഖഅ അംറുല്ലാഹി റദീനാ ബി. രോഗം ബാധിച്ചു കിടക്കുമ്പോൾ കാരുണ്യം തോന്നിക്കൊണ്ട് എന്റെ മോന്റെ വേദന കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മരണം സംഭവിച്ചത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഞാനതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ സംഭവം കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇത് ആരുടെ മോനാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഒരു ദിവസം പറഞ്ഞത്, മാ മിൻ അഹ്ലിൻ വലാ മാലിൻ വലാ വലദിൻ ഇല്ലാ വഅന ഉഹിബ്ബു അൻ നഖൂല അലൈഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇല്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എന്റെ മക്കളിൽ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല, എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല, ആര് മരിച്ചാലും ഞാൻ ഇന്നാ ലില്ലാഹി ചൊല്ലുമെന്ന് പറഞ്ഞ മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു, എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇപ്പോഴൊന്നും മരിക്കണ്ട, അബ്ദുല്ലാഹി ഇബ്നു ഉമർ മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരുപാട് പാണ്ഡിത്യമുള്ള മഹാനാണ്. അവരുടെ ഇൽമിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക്, പിൻഗാമികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാകും. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ കഴിഞ്ഞ് ബാക്കി ഏത് മക്കൾ മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകൻ, അവരുടെ മോൻ മരിച്ചപ്പോഴാണ് ഈ പറയുന്നത്, അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു. എന്റെ മോൻ മരിച്ചതിൽ ഞാൻ എന്തിന് അക്ഷമ കാണിക്കണം? ക്ഷമയുടെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതം, അസ്മഈ എന്ന് പറയുന്ന നഹവി പണ്ഡിതനുണ്ട്. അറബ് ഭാഷയിൽ പ്രഗത്ഭനാണ് അസ്മഈ എന്നവർ. അവര് യാത്ര പോയൊരു ചരിത്രം പറയുന്നുണ്ട്. ഞാനും എന്റെ കൂട്ടുകാരനും ഞങ്ങൾ അങ്ങനെ ഇറാഖിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോ, വിജനമായൊരു സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോ ഞങ്ങൾ ദാഹിച്ച് പരവശരായിട്ട് കഴിക്കാനോ കുടിക്കാനോ ഒന്നും കിട്ടാതെ വന്നപ്പോ ഒരു വൃദ്ധയുടെ ടെന്റിലേക്ക് കയറി ചെന്നു. അവിടെ ഞങ്ങൾ സലാം പറഞ്ഞു. അവിടെയുണ്ട് ഒരു വൃദ്ധയായൊരു ഉമ്മ സലാം അടക്കുന്നു. ഉമ്മ പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ പറഞ്ഞു, വഴിതെറ്റി വന്ന ആളുകളാണ് ഞങ്ങൾ വിശന്ന് തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. കുട്ടികളെ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ വരാം. നേരെ പോയി ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ. അപ്പോഴാണ് ദൂരെ നിന്നാരോ വരുന്നത്. ഉമ്മു അഖീൽ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ വൃദ്ധയായ ഉമ്മ നേർത്ത കാഴ്ചയുള്ളൂ, പുറത്തേക്കിറങ്ങി മരുഭൂമിയാണ്. ആ മരുഭൂമി നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ ആ വരുന്നത് എന്റെ മോന്റെ ഒട്ടകമാണ്. പക്ഷേ എന്റെ മോനല്ല ഒട്ടകപ്പുറത്തുള്ളത്, അത് മറ്റാരോ ആണ്. ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ ഒട്ടകപ്പുറത്ത്, യാ ഉമ്മ അഖീൽ അസ്സലാമു അലൈക്കും, ഉമ്മ അഖീലേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അഅലമല്ലാഹു അജ്റകി ഫീ അഖീൽ. മരണം സംഭവിച്ചാൽ എങ്ങനെയാണ് പറയാ? അഅലമല്ലാഹു അജ്റക, അല്ലാഹു നിങ്ങൾക്ക് വലിയ കൂലി തരട്ടെ എന്നാണ് പറയേണ്ടത്. അഖീലിന്റെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. ഉമ്മ ചോദിച്ചു, മോനെ, എന്റെ മോൻ അഖീൽ മരണപ്പെട്ടുവോ? അതെ ഉമ്മ. എന്തു പറ്റി? ആ ഒട്ടകക്കൂട്ടങ്ങൾ ഒന്നാകെ ആ കിണറിന്റെ അരികത്ത് വെച്ച് തിക്കും തിരക്കും ഉണ്ടായപ്പോൾ
അഖീലിനെ ഒട്ടകങ്ങൾ കാലുകൊണ്ട് കിണറിലേക്ക് തട്ടിയിട്ടു. അഖീൽ അങ്ങനെയാണ് കിണറ്റിൽ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. മഹദിയായ ഉമ്മ അഖീൽ ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്ന ഒരു പാവം ഉമ്മ. ആ ഉമ്മ പറഞ്ഞു, മക്കളെ, അഖീലിന്റെ മരണ വാർത്ത കൊണ്ടുവന്ന അഖീലിന്റെ സുഹൃത്താണല്ലേ നിങ്ങൾ, താഴെ ഇറങ്ങൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ എന്റെ അതിഥികളാണിവർ, ഈ അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, ഈ ആടിനറുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കണം നീ. ആരെ? തന്റെ കൂട്ടുകാരനോട്. അസ്മഈ പറയാ, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് അതിഥികളെ സൽക്കരിക്കാൻ നിൽക്കുകയാണ് ഈ ഉമ്മ. ഞങ്ങൾ മനസ്സോടെ ഉമ്മയുടെ നിർബന്ധം കൊണ്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അത്ഭുതത്തോടുകൂടെ നിൽക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ വിഷമം അറിയിക്കുന്നില്ല. തന്റെ പ്രിയപ്പെട്ട മോനാണ് ഈ മരിച്ചത്, ഒരേ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. കൂടെ വന്ന അസ്മഈയും കൂടെ വന്ന ആളുകളോടും നിങ്ങൾ ആരെങ്കിലും ഖുർആൻ ഓതോ ഉഷാറായിട്ട്. എന്നാൽ ആ വിശുദ്ധ വചനങ്ങൾ കേട്ട് എന്റെ മോന്റെ വിയോഗത്തിലുള്ള എന്റെ സങ്കടം ഞാനൊന്ന് മറക്കട്ടെ, എനിക്ക് നിങ്ങൾ ഖുർആൻ ഓതിത്തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അസ്മഈ തങ്ങളും കൂടെവരും ഓതാൻ തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. സൂറത്തുൽ ബഖറയിലെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകൾ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ക്ഷമിക്കുന്ന ആളുകളെ, സബ്ർ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കണം. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ഏത് മുസീബത്ത് വരുമ്പോഴും ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്നവരാണ്, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടവരാണ്. ഇങ്ങനെ പറയുന്നവർക്കുണ്ട് സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കരുണയുണ്ട്, രക്ഷയുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗം ശ്രദ്ധിച്ചവരാണ്. ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോ ഉമ്മ ചോദിച്ചു, മക്കളെ, അല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാഹ്, അല്ലാഹനെ വെച്ച് ചോദിക്കട്ടെ മക്കളെ, ഇത് അല്ലാഹന്റെ കിതാബിലുള്ള സംഗതി തന്നെയാണോ? ഇങ്ങനെയൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, വല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാഹ്, ഇത് അല്ലാഹന്റെ കിതാബിലുണ്ട് ഉമ്മ എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫസബ്റൻ ജമീലാ വഇൻദ അല്ലാഹി അഹ്തസിബു അഖീലാ അല്ലാഹുമ്മ ഇന്നി ഫഅൽതു മാ അമർതനി ബി ഫൻജുസ് ലി മാ വഅദ്തനി വലൗ ബഖിയ അഹദുൻ ലിഅഹദിൻ ലബഖിയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉമ്മതി. അല്ലാഹുവേ, സബ്റൻ ജമീലാ, മനോഹരമായ ക്ഷമ ഞാൻ പാലിക്കുന്നു റബ്ബേ. വഅഹ്തസിബു അഖീലാ, എന്റെ അഖീലിന് പകരം നീ എനിക്ക് കൂലി തരണം, എനിക്ക് പ്രതിഫലം നൽകണം. അല്ലാഹുമ്മ ഇന്നി ഫഅൽതു മാ അമർതനി ബി, എന്നോട് എന്താണോ നീ ചെയ്യാൻ പറഞ്ഞത് ഞാനത് ചെയ്തു റബ്ബേ, അതുകൊണ്ട് നീ എന്താണോ എനിക്ക് വാക്ക് തന്നത് ആ ക്ഷമക്ക് പകരം നൽകുന്ന കൂലി എനിക്ക് നൽകണം. ആർക്കെങ്കിലും വേണ്ടി ലോകത്ത് ബാക്കിയാവുമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് വേണ്ടി ബാക്കിയാവണ്ടേ? ഹബീബ് ഇവിടെ പറഞ്ഞില്ലേ? ഹബീബ് ലോകത്തോട് ഇവിടെ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഹബീബിന്റെ വിയോഗം നടന്നതിൽ പിന്നെ ആരും ഇവിടെ ബാക്കിയാകുമെന്ന് പ്രതീക്ഷിക്കാനില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ഉമ്മ അഖീലിന് കരുണ ചെയ്യണേ, എന്റെ മോൻ അഖീലിനെ നീ ഏറ്റെടുക്കണമേ എന്ന് അത്ഭുതകരമായി ക്ഷമ പാലിച്ച ഒരു പെണ്ണിന്റെ ചരിത്രം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, നെഞ്ചിലടിച്ച് ആർത്ത് നിലവിളിച്ച് ക്ഷമ കാണിക്കാതെ ഒരുപാട് വിഷമിച്ച് തളർന്ന അവശയായി അല്ലാഹുവിന്റെ ഖളാവും ഖദറും സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കും. പക്ഷെ അതല്ല, ബുദ്ധി
ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ബുദ്ധിയില്ലാത്തവൻ 6 മാസം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു സ്വഭാവം ബുദ്ധിയുള്ള മനുഷ്യൻ ആ പ്രയാസം വരുന്ന ഉടനെ ചെയ്യണം. അതിനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് നൽകട്ടെ. മുസീബത്തുകൾ താങ്ങാനുള്ള കെൽപ്പ് അല്ലാഹു നമുക്ക് നൽകട്ടെ. സങ്കടം വരുന്നത് സ്വാഭാവികം തന്നെയാണ്, സങ്കടം വരുന്നത് ശരിയാണ്. ഒരു 10 മിനിറ്റ് കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ മരിച്ചപ്പോൾ ഹബീബ് കരഞ്ഞിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം, നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന പൊന്നുമോൻ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുമ്പോ ഹബീബിന്റെ മടിയിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോ ആ കുഞ്ഞിങ്ങനെ പടക്കുന്ന പടക്കൽ കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുകൾ ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചത്, നബിയേ നിങ്ങളും കരയുകയാണോ? നിങ്ങളും കരയാണോ നബിയെ? നിങ്ങളും കരയുകയാണോ? ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇന്നഹാ റഹ്മ, ഇത് കരുണയാണ്. ഇന്നൽ ഐന തദ്മ, കണ്ണിന്ന് കണ്ണുനീർ വരും. ഇബ്നു ഔഫ്, വൽ ഖൽബ യഹ്സൻ, ഖൽബ് തേങ്ങി പൊട്ടിപ്പോകും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഖൽബിൽ തേങ്ങൽ വരും, കണ്ണിന്ന് കണ്ണുനീര് വരും. എന്നാൽ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ, നമ്മുടെ റബ്ബ് ഇഷ്ടപ്പെടുന്ന വാക്കല്ലാതെ നമ്മൾ പറയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, വിഷമം വരുമ്പോൾ കണ്ണുനീർ വരാതിരിക്കുകയില്ല. കരുണയുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീർ വരും, ഹൃദയത്തിൽ തേങ്ങൽ വരും. പക്ഷേ നമ്മൾ പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതേ പറയാവൂ. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ, ഇബ്രാഹിം എന്ന മോനെ നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുൻസബുൽ മവാസീനു യൗമൽ ഖിയാമ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കൂടെ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നന്മ തിന്മകൾ തൂക്കാനുള്ള തുലാസ് നാട്ടുകയാണ്. നിസ്കരിക്കുന്ന ആളുകൾ വരുന്നു, നോമ്പ് നോൽക്കുന്നവർ വരുന്നു, ഹജ്ജ് ചെയ്തവർ വരുന്നു, സകാത്ത് കൊടുത്ത ആളുകൾ വരുന്നു. അവരുടെയൊക്കെ അമലുകൾ തൂക്കി നോക്കിയിട്ട് അവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കുന്നു. എന്നിട്ട് അല്ലാഹു യുഅ്താ ബി അഹ്ലിൽ ബലാ, ബലാ മുസീബത്തുകൾ ഉണ്ടായ ആളുകൾ അവിടെ കൊണ്ടുവരപ്പെടുന്നു. ദുനിയാവിൽ കഷ്ടപ്പെട്ടവർ, എണീറ്റ് നടക്കാൻ പറ്റാത്തവർ, ജീവിതാവസാനം വരെ രോഗികളായി കിടന്നവർ, കുടിക്കാത്ത മരുന്നുകളില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല, നീങ്ങാത്ത പ്രയാസം എല്ലാം സഹിച്ച് 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 ലോകത്തോട് വിട പറഞ്ഞ ആളുകളെ പരലോകത്തേക്ക് കൊണ്ടുവരികയും അവരുടെ കർമ്മങ്ങൾ തൂക്കി നോക്കാൻ അവിടെ തുലാസ് വെക്കുകയില്ല. അവരുടെ കർമ്മങ്ങളുടെ പേപ്പറുകൾ പോലും കിതാബ് പോലും അവർക്ക് കൊടുക്കുകയില്ല. കയ്യും കണക്കുമില്ലാതെ അല്ലാഹു അവർക്ക് കൂലി വാരിക്കോരി കൊടുക്കുന്നു. എന്നിട്ട് മുത്തുനബി തങ്ങൾ ഓതുകയാണ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കഷ്ടപ്പാട് വന്ന് സഹിച്ച ആളുകൾക്കുള്ള പ്രതിഫലം കയ്യും കണക്കുമില്ലാതെ അല്ലാഹു കൊടുക്കുന്ന സമയമാണത്. അവർക്ക് കിതാബ് കൊടുക്കുന്നില്ല, മീസാനിൽ തുലാസ് പോലും തൂക്കാൻ നിൽക്കുന്നില്ല. പൊയ്ക്കോളൂ സ്വർഗത്തിലേക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഇത് കാണുമ്പോ അവിടെ കൂടിയ ആളുകളൊക്കെ കൊതിച്ചു പോകും. അത്ര റബ്ബേ, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ജീവിതകാലത്ത് ശത്രുക്കൾ ഞങ്ങളുടെ ശരീരം ഒന്നാകെ ഒന്ന് വലിച്ചു ചീന്തിയിരുന്നെങ്കിൽ ആ ഒരു വിഷമം കൊണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരു അമലുകളില്ലെങ്കിലും ഈ സഹിച്ച പരീക്ഷണങ്ങൾ സഹിച്ചതിന്റെ പേരിൽ സ്വർഗം കിട്ടുമെങ്കിൽ കഴിഞ്ഞ കാലത്തെ ലോകം പരീക്ഷണങ്ങളുടെ ലോകമായിരുന്നെങ്കിൽ എന്ന് പരീക്ഷണങ്ങൾ ഇല്ലാത്തവർ കൊതിച്ചു പോകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങൾ വരുമ്പോൾ സഹിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയദൈർഘ്യം എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു 6 കാര്യങ്ങൾ മാത്രം, ഹെഡ്ലൈൻസ്. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഓർക്കേണ്ടത് ഒന്ന്, ഒരു മനുഷ്യന്റെ തെറ്റ് മനുഷ്യൻ ഓർക്കാനുള്ള നേരമാണത്. ഒരു പ്രയാസം വരുമ്പോ, രോഗം വരുമ്പോ നമ്മൾ ഓർക്കും, റബ്ബേ ഇത് ഞാൻ ചെയ്തു പോയ ഏതെങ്കിലും ഒരു പാപം കാരണമാണോ? അത് അല്ലാഹു നൽകുന്നൊരു നിഅമത്താണ്.
അവനിലേക്ക് മടങ്ങാനുള്ള ഓർമ്മ വരും. ഇന്നൽ അബ്ദ ലയുസാബു ബിൽ മുസീബ, നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നു, ഒരു മുസീബത്ത് വരുമ്പോ ഫയദ്കുറു ദുനൂബ, നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ ഓർക്കും. ഫയഖ്റുജു മിൻ ഐനിഹി മിസ്ലു റഅസി ദുബാബി ദംഅൻ മിൻ ഖശിയത്തില്ലാഹ്, അങ്ങനെ ഈച്ചകളുടെ കണ്ണുപോലത്തെ കണ്ണുനീരുകൾ കണ്ണിൽ നിന്ന് തുരുതുര ഒഴുകും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല, അത് കാരണം അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരണമെങ്കിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വേണം. മറ്റൊന്ന് കഠിനമായ ഹൃദയമുള്ള ആളുകൾ. രണ്ടാമത്തേത് കഠിനമായ ഹൃദയമുള്ള ആളുകൾ. അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്താൽ, മാരക രോഗം വന്നു കഴിഞ്ഞാൽ ഹൃദയം ലോലമാവും. എത്ര വലിയ പോക്കിരിയായി ജീവിച്ച ആളാണെങ്കിലും പച്ചപ്പാവമായി മാറും. ഹൃദയം ലോലമാവാൻ പരീക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. മൂന്ന് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് ഓടിയടുക്കും. ഇന്നല്ലാഹ ലയബ്തലിൽ അബ്ദ വഹുവ യുഹിബ്ബുഹു ലിയസ്മഅ തളർറുഅഹു വദുആഅഹു. അല്ലാഹു ചില ആളുകൾക്ക് പരീക്ഷണം കൊടുക്കുന്നത് ആ മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ടാണത്രേ. ഒരു പ്രയാസമില്ലാത്ത ആളുകൾ നിസ്കാരം കഴിഞ്ഞ് ഓടുന്നത് കാണാം. ഇരുന്ന് ദുആ ചെയ്യുന്നത് കഷ്ടപ്പാടുള്ള ആളുകളാണ്. അല്ലാഹു തആല ചില ആളുകളുടെ പ്രാർത്ഥന കേൾക്കാൻ അവർക്ക് അല്ലാഹുവിന് ഇഷ്ടമാകുമ്പോ അവരെ പരീക്ഷിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധമായ വചനങ്ങളിൽ കാണാൻ കഴിയും. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കും. മൂന്നാമത്തേത്, സർവ്വ മനുഷ്യരിലും നമ്മുടെ ഹൃദയം മുറിച്ചെടുത്ത് അല്ലാഹുവിലേക്ക്. ഡോക്ടർക്ക് മാറ്റാൻ കഴിയില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഓടിച്ചെന്നു, ഒരുപാട് ആളുകൾ റുഖിയ ചെയ്തു, ഒരു മാറ്റം വരുന്നില്ല. എത്രയോ ഹോസ്പിറ്റലിൽ പോയി മാറ്റം വരുന്നില്ല. പിന്നെ ഖൽബ് കൊണ്ട് വരും, റബ്ബേ നീ എന്നെ കൈവിട്ടാൽ ഞാൻ മരിച്ചു പോകും, റബ്ബേ നിന്റെ റഹ്മത്തിന്റെ നൂലിങ്ങോട്ട് ഇറക്കിത്താ. അല്ലാഹുവിലേക്ക് നേർക്കുനേരെ ഖൽബ് തുറക്കുന്ന സമയം ഒരുപക്ഷെ ഒരു പരീക്ഷണം വരുമ്പോഴാണ്. അല്ലാഹു തആല അതിന് മുമ്പേ ഒരു നിഅമത്ത് നഷ്ടപ്പെടാതെ തന്നെ അവനിലേക്ക് അടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമതായി, ഈ പരീക്ഷണങ്ങൾ വരുന്ന ആളുകൾ മറ്റുള്ള ആളുകളുടെ പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അവരെ സഹായിക്കാനുള്ള മനസ്സ് വരും. എത്രയോ നന്മ ചെയ്യാൻ അത് സഹായകമാകും. തന്നെ പോലെ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കട്ടെ, ആ രോഗത്തിന്റെ ചികിത്സ ഞാൻ കൊടുത്തേക്കാം, മരുന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കാം എന്ന് പാവപ്പെട്ടവരോട് മനസ്സിനുള്ളിൽ അലിവ് വരുന്നത് ഒരു പരീക്ഷണം വരുമ്പോഴായിരിക്കും. അവസാനമായി അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷണങ്ങൾ വരണം. അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വില അറിയണമെങ്കിൽ കണ്ണുകൾ കൊണ്ട് ഹറാമ് നോക്കുന്ന ആളുകൾ, കാതുകൊണ്ട് മ്യൂസിക്കും ഹറാമുകളും കേൾക്കുന്നവർ, കൈകാലുകൾ കൊണ്ട് ഹറാമ് ചെയ്യുന്നവർ, ഏതെങ്കിലും ഒരു സന്ധിവേദന, നമ്മുടെ ഒരു ഞരമ്പിന് ഒരു പിടക്കൽ, ഒരു ധമനിയിലൂടെ രക്തം കൃത്യമായി ഒഴുകേണ്ടതിന് പകരം ഒഴുകാതിരിക്കുകയോ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയോ, ചെവിയുടെ പ്രവർത്തനം നിലക്കുകയോ ചെയ്യുമ്പോഴാണ് ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് നിഅമത്തുകൾ അല്ലാഹു തആല ഒന്നിന് മീതെ മറ്റൊന്നായി അല്ലാഹു അടുക്കി വെച്ച ശരീരമാണ് നമ്മുടെ ശരീരം. ഇതിനകത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു ബാലൻസിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അപ്പോഴാണ് അല്ലാഹുവേ ഒരു ചെറിയ അസുഖം മാറണമെങ്കിൽ എത്ര കാലം ഹോസ്പിറ്റലിലേക്ക് നടക്കണം, എത്ര കാലം മരുന്ന് കുടിക്കണം, ഇതൊന്നുമില്ലാതെ എത്ര കാലം ഞാൻ ജീവിച്ചു. അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷണങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് മുഅ്മിനെ, പരീക്ഷണങ്ങൾ റബ്ബിന്റെ ഖളാ ആണ്. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത്, അല്ലാഹുവേ നിന്റെ ഖളാ ഖദറുകളിൽ ഞങ്ങൾ വിശ്വസിച്ചു റബ്ബേ. അത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഓർക്കുക, നമ്മൾ തകരാതിരിക്കുക, നമ്മൾ പ്രയാസത്തിലാവാതിരിക്കുക. കണ്ണ് കരഞ്ഞേക്കും, ഹൃദയം തേങ്ങിയേക്കും, പക്ഷേ നാവ് കൊണ്ട് പറയേണ്ടത് നന്മ മാത്രമേ പറയാവൂ. അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.